ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെയിൻ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റണ്ണിങ്ങിലാണ് കേട്ടോ മെറ്റീരിയൽസ് വീഡിയോ ചെയ്യുന്നത്. അതായത് കൂടുതൽ ഹാൻഡ് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജോസി നവീൻ, ഞങ്ങളുടെ സ്ഥലം കോട്ടയം ജില്ലയിലെ മാന്നാനം. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടും കൂടുതൽ സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരു പുതിയ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. ശബ്ദത്തിന് നല്ല ഇഷ്യൂസ് ഉണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ, അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ഐറ്റംസും ഉണ്ട്, അവൈലബിൾ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോ ബേസിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാൻഡ് ബ്ലോക്കിൽ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് ആണ്, അതുകൊണ്ട് വാഷിംഗ് കെയർ കൊടുത്ത് ഉപയോഗിക്കണം. അതായത് നമ്മൾ കളർ ഗാർഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് വേണം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കളർ ഗാർഡ് ഐറ്റംസ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അത് ഓരോ ഇതിലും ഓരോ രീതിയിലായിരിക്കണമല്ലോ. അപ്പോൾ അവരെന്താണോ പറഞ്ഞേക്കുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ ഇത് 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്, പ്ലസ് ഷിപ്പിംഗ്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഷിപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അത് വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ. അത് പോസ്റ്റ് ആണെങ്കിലും കൊറിയർ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടൊന്നുമില്ല, അത് വെയിറ്റ് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ബേസിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്, 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പിന്നെ അതിന് ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ട് ഇതാ ഇങ്ങനെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് സെയിം ആണ് കേട്ടോ. ഇതൊരു ബാത്തിക് മോഡൽ ഡിസൈനാണ്. ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ്, ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. വാഷിംഗ് കെയർ കൊടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഐറ്റംസ് ആണ്. നമുക്ക് ലൈനിങ് ഓപ്ഷണലാണ്, നമുക്ക് അത്യാവശ്യം ഇത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം നമ്മൾ ലൈനിങ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ ഇതാണ്. പിന്നെ നമുക്ക് ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ ഓപ്ഷണലാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്, പിന്നെയും ഇന്നത്തെ വീഡിയോയും കൂടി എങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ഓർത്താണ് കേട്ടോ, അതുകൊണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഫസ്റ്റ് നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ 44 ഇഞ്ച് വിഡ്ത്ത്, 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ബ്ലൂവിൻ്റെ ബേസാണ് കേട്ടോ. വീഡിയോയിൽ ഗ്രീൻ ആയിട്ടാണോ തോന്നുന്നത് എനിക്കറിയില്ല, ഒരു ബ്ലൂവിൻ്റെ ബേസാണ്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഏറെ കളർ ബേസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സെയിം ഡിസൈൻ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളർ ബേസും ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടോപ്പിന് എടുക്കാം, ബോട്ടത്തിന് എടുക്കാം. ഇനിയിപ്പം കോമൺ ആയിട്ട് ഇതിനെല്ലാം പെയർ ചെയ്യാൻ പറ്റുന്നത് ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ബോട്ടം വെച്ച് നമുക്ക് കൂടുതലും ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് നമുക്ക് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ കുറച്ച് ബേജിൻ്റെ അങ്ങോട്ട് വരുന്ന ഒരു എടുത്താൽ മതി. ഇതിനൊക്കെയാണ് ഓഫ് വൈറ്റ് മതി കേട്ടോ. 205 ആണ് പെർ മീറ്റർ റേറ്റ്, 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇതായത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് ഷെയ്ഡ് ഒരു ബ്രൗണിൻ്റെ ഒക്കെയാണ് കേട്ടോ, മസ്റ്റാർഡും. പിന്നെ ഇതിനകത്ത് വരുന്നത് നല്ലൊരു മസ്റ്റാർഡിൻ്റെ ഷെയ്ഡും ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇതാ 44 ഇഞ്ച് വിഡ്ത്ത്, 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ ഷെയ്ഡും ഇതും തമ്മിൽ മാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് വേണമെങ്കിൽ നമുക്ക് ഒരു ബോട്ടം കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ. ഇത് കുറച്ചേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ എല്ലാത്തിനും ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് എല്ലാം തന്നെ 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതും ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ കുറച്ച് കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ ഒരു സ്ക്വയറാന്ന് തോന്നുന്നു കേട്ടോ. സ്ക്വയറിൽ
കുറച്ച് ഡിസൈൻസ് ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ. അതിനകത്ത് ബേസായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ എല്ലാത്തിനകത്തും വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ബ്ലോക്ക് ഡിസൈൻ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഇതിനകത്താണ് ഇങ്ങനെ ഒരു സ്ക്വയർ വൈസ് ഇതിനകത്ത് ഈ ഒരു രീതിയിൽ അങ്ങനെ പല സ്ക്വയറിലും പല ഡിസൈൻസ് മാറി 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 വരുന്നുണ്ട് കേട്ടോ. ഒരു 6 ആക്ക് പാറ്റേൺ വരുന്നുണ്ട്. അങ്ങനത്തെ ഡിസൈൻസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്, 205 പെർ മീറ്റർ. ഇതിന് ഒരു ബോട്ടം കോമ്പിനേഷനായിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ. ഈ ഒരു സ്ട്രൈപ്സ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്തും ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണും ഇതൊക്കെ ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു ഓഫ് വൈറ്റ് ബേജ് ഉണ്ട്, ഈ ഒരു 6 ആഗൊക്കെ വരുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ എടുക്കാം. രണ്ടും 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത് കേട്ടോ. പിന്നെ കൊറിയർ ചാർജസ് അത് എപ്പോഴും എക്സ്ട്രാ ആയിരിക്കും. ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓർഡേഡ് ആണ് കേട്ടോ. അത് പോസ്റ്റ് ആണെങ്കിലും അതായത് മെയിനായിട്ട് ഷിപ്പിംഗ്, കൊറിയർ ചാർജസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ്, അത് പോസ്റ്റ് ആണെങ്കിലും പോസ്റ്റൽ ചാർജസ് ആണെങ്കിലും കൊറിയർ ചാർജസ് ആണെങ്കിലും അത് ഡിപ്പെൻസ് ഓൺ ദി വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓർഡേഡ് ആണ് കേട്ടോ. പിന്നെ ഇതും ബേസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഓനിയൻ പിങ്കിൻ്റെയൊക്കെ ഭയങ്കര ഡാർക്ക് ഒരു വൈനൊക്കെ കൂടി ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിനകത്തൊരു പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് സ്ട്രൈപ്സിനകത്ത്. അങ്ങനെ മൊത്തത്തിലൊരു ഇങ്ങനെ. നെക്സ്റ്റ് വന്ന് പറയുന്നത് ഇതൊരു ബ്രൗണിൻ്റെ ബേസിൽ വരുന്നതാണ് കേട്ടോ. ലൈറ്റ് ബ്രൗണും ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ഉണ്ട്, പിന്നെ ബേജ് ഉണ്ട്. ബേജിലാണ് ബ്ലോക്സ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു തിരിച്ചും മറിച്ചും ലൈൻസ് വരുന്നുണ്ട്. അതായത് ഇതിന് വൺ സൈഡിലൊരു എക്സ്ട്രാ ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് വൺ സൈഡിൽ. 44 ഇഞ്ച് വിഡ്ത്ത്, 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിൽ തന്നെ വേറെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയത് ഇതെടുക്കാമേ. ഇതിനകത്തെ ഈ ബ്രൗണിൻ്റെ ബേസാണ് ഇതിന് വരുന്നത്. ഇത് ബേജ് ബേസിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ടോപ്പ് ബോട്ടന് പാച്ച് വർക്കിന് കോമ്പിനേഷൻ എടുക്കാം കേട്ടോ. സെയിം കളർ കോമ്പിനേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും ചെയ്യാം. ഇത് രണ്ടും കൂടെ വരുമ്പം ഒരിത്തിരി ഡിഫറൻസ് വരുന്നുണ്ട് ബേസ് ഷെയ്ഡ് തമ്മിൽ. അപ്പം ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ എടുക്കാം. ഇത് രണ്ടും കൂടെയും കോമ്പിനേഷൻ ചെയ്യാം കേട്ടോ. എല്ലാം 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിഗോയിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഈ സെയിം ഡിസൈൻ തന്നെ സ്ക്വയർ ആയിട്ട് നമുക്ക് ഹാൻഡ് ബ്ലോക്ക് അജിരക്കിൽ നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സെയിം തന്നെ. അപ്പം അത് പല ഷെയ്ഡിലാണല്ലോ വരുന്നത് ഹാൻഡ് ബ്ലോക്കിൽ വരുമ്പം. ഇതിപ്പം ഒറ്റ ഷെയ്ഡിൽ ബേജ് ഓഫ് വൈറ്റ് ആൻഡ് ഇൻഡിഗോ ബേസിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് ബോട്ടം കോമ്പിനേഷനായിട്ട് ഇതെടുക്കാം. അതായത് ഇങ്ങനെ ഇരുന്നുണ്ട്. ബോട്ടമോ ടോപ്പോ ഇതും ടോപ്പ് ചെയ്യാം. അതല്ലെന്നുണ്ട് ഇത് ബോട്ടം കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഇങ്ങനെ. അതുപോലെ തന്നെ വേറൊരെണ്ണം
ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടോപ്പിനും എടുക്കാം ബോട്ടത്തിനും എടുക്കാം. വെർട്ടിക്കലായിട്ട് ഇങ്ങനത്തെ ഡിസൈൻസാണ് വരുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിൽ 2 ഡിസൈൻസ് വെർട്ടിക്കലായിട്ട് താഴ്ത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ഡിസൈൻ വരുന്നത് ഇത്. ഇതൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് ടോപ്പ്, ഏത് വേണമെങ്കിലും ബോട്ടം എടുക്കാം. എല്ലാം 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ കോമ്പിനേഷനായിട്ട് കാണിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും കോമ്പിനേഷൻ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഈ ഒരു നേവി ബ്ലൂ ഇൻഡിഗോ ബേസിലുള്ള പ്ലെയിൻ ബോട്ടോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബേസിൽ ഉള്ള പ്ലെയിൻ ബോട്ടോ ഇട്ടാലും നമുക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാവേ. എല്ലാം 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമ്മുടെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡ്സും കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാമേ. അതായത് ഇതൊരു ലൈറ്റ് ഇൻഡിഗോയിലും ലൈറ്റ് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റിലാണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. അതായത് ഫസ്റ്റ് നെക്സ്റ്റ് വൺ ഇതാകുമ്പം ബേജ് ബേസാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതായത് ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ടോപ്പിനും ചെയ്യാം ബോട്ടത്തിനും ചെയ്യാവേ. രണ്ടിനും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഡിസൈൻസാണ് ഈ വെർട്ടിക്കലായിട്ട് വരുന്നത്. ഇതിന് പിന്നെ ഇങ്ങനെയൊരു സിക്സാഗ് പോലെയും വരുന്നുണ്ട്. സിക്സാഗല്ല, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ. പിന്നെ ഈ വെർട്ടിക്കൽ ഡിസൈൻ. ആദ്യം ഇരിക്കുന്ന എല്ലാം ഈ ഒരു വെർട്ടിക്കൽ സിക്സാഗ് ഡിസൈൻസാണ്. പിന്നെ ഇത് കുറച്ച് വീതിയുള്ള ഇങ്ങനത്തെ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട്സ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ഡോട്ട്സ്. ഈ ഒരു മാംഗോ മോട്ടിഫിൽ വരുന്ന ഡിസൈന് ഇങ്ങനെ. ഇതിന് ഇങ്ങനെ വൺ സൈഡ് നമുക്ക് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ചില ഡിസൈനാണ് അങ്ങനെ വൺ സൈഡ് ബോർഡർ വരുന്നത്, ചിലതിന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ബോർഡർ നമുക്ക് നെക്ക് ഡിസൈനിങ്ങിനോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഡിസൈനിങ്ങിനോ യൂസ് ചെയ്യാമേ. ഇത്രയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിഗോ കളക്ഷൻസ്. അപ്പോൾ ഓർഡർ ചെയ്തോളൂ, സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിലിറ്റി ചോദിച്ചോളൂ കേട്ടോ.
എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ സെയിം ബേസിൽ തന്നെ, സെയിം ബേസ് അല്ല സോറി, മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇൻഡിഗോയിൽ അപ്ഡേറ്റ് ചെയ്തത് തന്നെ ആ ഒരു ഷെയ്ഡ് ഡിസൈൻ തന്നെ നമുക്ക് ഈ ഒരു ബേസിൽ അതിന് ബോട്ടം കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ഇതായിട്ട് ഇങ്ങനത്തെ ഈ ഡിസൈൻ. രണ്ടും 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 205 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇനിയിപ്പം ഈ ഷെയ്ഡിലുള്ള ബാക്കി കളക്ഷൻസും കൂടി കാണാം കേട്ടോ. അതായത് ട്രയാങ്കിളിൻ്റെ ഷെയ്ഡിലാണ് ഡിസൈനാണ്. പിന്നെ ഇതായത് ഓഫ് വൈറ്റ് ബേസിൽ, ഇപ്പോൾ ഓഫ് വൈറ്റ് ബേജ് ബേസ് ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ബേസിലുള്ള ബോട്ടം എടുക്കുമായിരിക്കും നല്ലത്. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ എപ്പോഴും നല്ലതായി. അല്ല പിന്നെ കോട്ട് സെറ്റിനാണെങ്കിലും നമുക്ക് സെയിം തന്നെ ചെയ്യാമേ. പിന്നെ ഇതായത് എല്ലാം 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതെന്ന് പറയുമ്പം ഇതിനകത്തുള്ള ഈ ലൈറ്ററിൻ്റെ ബേസാണ് കേട്ടോ ഇത് വരുന്നത്. ഏതെങ്കിലും 2 ഡിസൈൻ തമ്മിൽ കോമ്പിനേഷൻ പിക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, ചെയ്തു തരാം കേട്ടോ. പിന്നെ ഈ ഒരു കളർ ബേസിൽ ഒരു കുറച്ച് നമുക്ക് വൈഡായിട്ടുള്ള, അതായത് ഈ സെയിം ഇതേ രീതിയിലൊരു നമുക്ക് ഫസ്റ്റ് നമുക്കുണ്ടായിരുന്ന ഡിസൈൻ, പക്ഷേ അത് റീസ്റ്റോക്ക് ചോദിച്ചിട്ട് നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് അത് മാത്രം പഴയ സ്ക്രീൻഷോട്ടുള്ളവർ ദയവ് ചെയ്ത് അത് ചോദിക്കരുത്, നമ്മുടെ കയ്യിലില്ല കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം അതിത്തിരി കുറച്ച് ബോർഡായിട്ടുള്ള, കാരണം വീതിയിലുള്ള സ്ട്രൈപ്സ് ആയിരുന്നു. അത് പിന്നെ ചോദിച്ചിട്ട് നമുക്കതിൻ്റെ ആ സെയിം ഡിസൈൻ തന്നെ നമുക്ക് പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് മാത്രമേ ചോദിക്കരുതേ. എന്ന് ഹാൻഡ് ബ്ലോക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇട്ടാൽ എല്ലാവരും അത് ചോദിക്കുവേ, പക്ഷെ അതെൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഒരു മാംഗോ മോട്ടീഫിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ, പിന്നെ ഇതായത് ഇത് രണ്ടും കൂടെ ടോപ്പ് ബോട്ടം സെയിം കളർ കോമ്പിനേഷനാണ് കേട്ടോ.
ഇതൊരാശ കൂടി ഷെയ്ഡാണ്. ഇത് രണ്ടും കൂടെ 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. ആൻഡ് ഓഫ് വൈറ്റ് ബേജിൻ്റെ ബേസിൽ വരുന്നത് ഇങ്ങനെ 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ഡിസൈൻ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഓനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്കർ ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ $44 ഇഞ്ച് വിഡ്ത്ത് 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പർപ്പിളിൻ്റെ ബേസിൽ വരുന്ന ഷെയ്ഡ്സാണ് കേട്ടോ. ബേസ് ഷെയ്ഡ്സാണ്. അതായത് അപ്പോൾ ഇതിനകത്ത് ഒരു പിങ്കും കൂടെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ 44 ഇഞ്ച് വിഡ്ത്ത് 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇങ്ങനെ ഇതാകുമ്പോൾ ഒരു ഇത്തിരി ലൈറ്ററാണ് കേട്ടോ. 6 ആഗിൻ്റെ ബേസ് വരുന്നത്. ഇതാകുമ്പോൾ സെയിം ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ ചെയ്യുമ്പോഴേ അതായത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബേസാണ് കേട്ടോ. അതിന് തന്നെ സെയിം ബേസ് ഷെയ്ഡ് വരുന്നത് ടോപ്പ് ബോട്ടം. ഇത് സെയിം ബേസിലുള്ള 6 ആഗും ഉണ്ട് കേട്ടോ. അല്ല സെയിം ആണ് കേട്ടോ. 6 ആഗ് രണ്ടും സെയിമിൽ തന്നെ സെയിം ഷെയ്ഡാണ്. പിന്നെ ഇങ്ങനത്തെ മാംഗോ മോട്ടീഫും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇഷ്ടമുള്ളവരൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ. കളർ കാർഡ് ഉപയോഗിച്ച് വേണം യൂസ് ചെയ്യാൻ. പേർപ്പിൾ ബേസിൽ വരുന്ന ഐറ്റംസ് ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. റേറ്റ് വരുന്നത് 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ്. ബ്ലാക്ക് ബേസിൽ വരുന്ന ഒരു 6 ആഗും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ. അതിന് ബോട്ടം കോമ്പിനേഷനായിട്ട് ഈ ഒരു കലങ്കാരി ചെയ്യെടുക്കുക കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. ഇത് രണ്ടും കൂടെ
പിന്നെ ഇതായത് ഈ ഒരു മസ്റ്റാർഡ് ബ്രൗൺ ബേസിൽ വരുന്നത്, ഇതും അതിൻ്റെ ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ട് ഇതായത്. $44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. $205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് ഗ്രീൻ ബേസിലാണ് കേട്ടോ. നല്ല ഡാർക്കർ ഗ്രീന്, ലൈറ്റർ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത്. മാംഗോ മോട്ടീഫും ഫ്ലവേഴ്സും ഈ സെയിം തന്നെ നമ്മളിപ്പം പൈലറ്റ് ബേസിലുണ്ടായിരുന്നു തോന്നുന്നല്ലേ, സെയിം ഡിസൈൻ തന്നെ പേർപ്പിൾ ബേസിലും. ഇതിന് നമുക്കിതാ ഇത് ബോട്ടം കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ, ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ. കണ്ടോ, ഇതിനകത്ത് ഇതാ ഈ ഒരു ലൈറ്റർ ഗ്രീൻ്റെ ബേസിലാണ് ഇതാ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതായത്, ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ഐറ്റംസ് ആണ് കേട്ടോ. ബേജ് ബേസിൽ ലൈറ്റർ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഇത് രണ്ടും കൂടെ ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ നമുക്ക് ചെയ്യാം കേട്ടോ. ലൈറ്റർ ഗ്രീൻ ബേസിൽ, ഇനി ഡാർക്കർ ഗ്രീൻ വേണം ബേസിൽ ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതെടുക്കാം. പിന്നെ ഇത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു ഗ്രീനാണ്. എല്ലാ ഐറ്റംസും 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഐറ്റംസാണ്. 205 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് രണ്ടും കൂടെ. പിന്നെ വേറൊരു ഗ്രീൻ്റെ കോമ്പിനേഷൻ. എല്ലാ ഐറ്റംസിനും 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നത് ഐറ്റംസാണ്. 205 ആണ് പെർ മീറ്റർ റേറ്റ് പ്ലസ് ഷിപ്പിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഫസ്റ്റ് വൺ ഒരു വെർട്ടിക്കൽ ഡിസൈനാണ്, സ്ട്രൈപ്സും ഡോട്ട്സും ഒക്കെ ആയിട്ട്. ഇതിൽ ഹാൻഡ് ബ്ലോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡോട്ട്സൊക്കെ ഇത്തിരി മാറിയും മറിഞ്ഞും ഒക്കെ വരും കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതല്ലേ. ഇതൊരു ലൈറ്റർ പിങ്കാണ്, ഒരു ബേബി പിങ്ക്. ഇത് വരുമ്പം വേറൊരു ഷെയ്ഡ് വരും, ഇച്ചിരി ഒരു ഓനിയൻ പിങ്കിന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഈ ഒരു ഡോട്ട്സ് റൗണ്ടിനകത്തൊരു പിങ്കില്ലേ,
അതാണ് ഇവിടെ വരുന്നത്. സെയിം കളർ കോമ്പിനേഷനുള്ള 6 ആണ് കേട്ടോ. ഇത്തിരി ബ്ലൂ കയറി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആസ് യൂഷ്വൽ വെനസ്ഡേസ് ആൻഡ് സാറ്റർഡേസ് 7 PM ആണ് കേട്ടോ, മറക്കാതെ കാണണേ. അപ്പോൾ ഇഷ്ടമുള്ള മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ, അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ.